തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. പാലപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പാലപ്പള്ളി ഹാരിസൺ മലയാളം ഡിവിഷനിൽ എലിക്കോട് പാടിക്ക് സമീപമാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. സൂരജ് വിവരങ്ങളുമായി. സൂരജ്, കാട്ടാനക്കൂട്ടം അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? പുതിയ വിവരങ്ങൾ. അനുജ, ഈ എസ്റ്റേറ്റിന് സമീപത്ത് തന്നെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നുണ്ട്. അത് ഒന്നും രണ്ടും കാട്ടാനകളല്ല ഇറങ്ങുന്നത്, വലിയ കൂട്ടമായെത്തുന്ന ആനകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പാലപ്പള്ളി ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഡി ഡിവിഷനിലുള്ള എലിക്കോട് പാടിക്ക് സമീപം ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ മരങ്ങളടക്കം ഈ ആന കുത്തിമറിച്ചിടുകയും അത് തീറ്റയായി എടുക്കുകയും ഒക്കെ ചെയ്തു. ഈ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ നാട്ടുകാരടക്കം ഈ ആനയെ തുരത്താൻ നോക്കിയെങ്കിലും ഈ ആനക്കൂട്ടമായതുകൊണ്ട് തന്നെ അത് സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നേരം പുലർന്നതോടുകൂടി ആനക്കൂട്ടം ഈ എസ്റ്റേറ്റിനകത്തേക്ക് കുറച്ചുകൂടി ഉൾവലിഞ്ഞു. പക്ഷേ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് ഇവരൊക്കെ ഈ ടാപ്പിങ്ങിനൊക്കെ പുലർച്ചെ ഇറങ്ങുന്ന ആളുകളാണ്. 4 മണിക്കൊക്കെ ടാപ്പിങ്ങിന് ഇറങ്ങുന്ന തൊഴിലാളികളാണ്. ഈ ആനക്കൂട്ടം ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ നിന്നാൽ അത് കാണാൻ പോലും കഴിയാത്തൊരു നിലയുണ്ട്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പുലിയുടെ ശല്യവും രൂക്ഷമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വന്യജീവി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്ന ഒരു നാടായി പാലപ്പള്ളി അക്ഷരാർത്ഥത്തിൽ മാറുകയാണ്. അനുജ, തൃശൂർ പാലപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, വാർത്തകളാണ് സൂരജ് സജി നൽകിയത്. കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നു, കൃഷി നശിപ്പിച്ചിരിക്കുന്നു, കൂടാതെ പുലിയുടെ സാന്നിധ്യവുമുണ്ട്. വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.